നോക്കുന്ന കേട്ടോ. ആ വീട്ടിൽ ആ കൊച്ചിനെ നോക്കുന്നത് ചെന്ന് വിളിക്കുന്ന കണ്ടോ. ആ കൊച്ചിനെ വിളിക്കുന്ന കണ്ടോ. കണ്ടോ ആ കൊച്ചിനെ വിളിക്കുന്നതാണ്. ഇതൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? അവിടെ ഒരു അവരൊരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ വിളിക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ ഹലോ കണ്ടോ. വിളിക്ക്, അവരോട് വർത്താനം പറയും. അവർ വർത്താനം പറയും. ആ അപ്പൂപ്പനെയൊക്കെ വിളിക്കണം. ഇവിടെ വന്നിട്ട് ഇന്ന് രാവിലെ തൊട്ട് അയൽവക്കക്കാരെ അപ്പുറത്തെ കൊച്ചിനെ വിളിക്കുന്നു. കണ്ടോ അവിടെ ആൾക്കാർ നിൽപ്പുണ്ടോ, അതാ വർത്താനം പറയുന്നത് കണ്ടോ. ചോദിച്ചേ എന്താന്ന് ചോദിച്ചേ. ആ അപ്പൂപ്പനോട് ചോദിക്കുക എന്താന്ന് ചോദിച്ചേ. ചോദിച്ചേ നല്ലതാണോ ചോദിച്ചേ. ബംഗാളിയിൽ ചോദിച്ചേ നല്ലതാണോ എന്ന് ചോദിച്ചേ. ഓടിപ്പോയി ചോദിക്ക് പോന്നാ. ചോദിച്ചേ വിളിച്ചേ അപ്പൂപ്പനെ. എങ്ങനെ വിളിക്കുന്നേ? ഇന്ന് എല്ലാവരും വന്നിട്ട് നാട്ടുകാരെയൊക്കെ കാണലാണ് കേട്ടോ. വിളിക്കലും കാണലൊക്കെയാണ്. കണ്ടില്ലേ നിങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക, ഫീഡ്ബാക്ക് ചെയ്യുക. ആ കൊച്ചിനെ നോക്കുന്നതാണ്. ആ കൊച്ചവിടെ ഇല്ല. അവർ സ്കൂളിൽ പോകേണ്ട ടൈമൊക്കെ ആയില്ലേ. ഇത് കണ്ടോ നോക്കുന്നുണ്ടോ. അവൻ വന്നില്ലെങ്കിൽ ആ മോൻ വന്നില്ലെങ്കിൽ ആ മോനെ വിളിച്ചിരിക്കും. ഒരു 10 വയസ്സായ കുഞ്ഞാണ് കേട്ടോ. വിളിച്ച് വർത്താനം പറഞ്ഞ് പോന്നെ. വർത്താനം പറയ് വിളിച്ച് അപ്പൂപ്പനെ വിളിച്ച് വർത്താനം പറയും. അപ്പുറത്തുള്ളവരായിട്ട് വർത്താനം പറയുന്നത് കേട്ടോ. ഇവിടെ 4 വശം വാടകക്കാരാണ് കേട്ടോ. ഈ കൊച്ചിൻ്റെ മോൻ്റെ വീടും വാടകക്കാരാണ് അവർ. കണ്ടോ അപ്പൂപ്പൻ അവിടെ നിൽപ്പുണ്ട്. ദേ കൊത്തം വിളിച്ച് വർത്താനം പറഞ്ഞേ. ആ അപ്പൂപ്പനെ എടുത്ത് വർത്താനം പറഞ്ഞേ. എന്താണ് സുഖമാണോ? ഹലോ അയച്ചു കണ്ടോ. ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ 4 വശവും നോക്കുന്നു. ആരെങ്കിലൊക്കെ ഉണ്ടോ എന്നോട് സംസാരിക്കാൻ? ആരും വരുന്നില്ലല്ലോ എന്നോട് സംസാരിക്കാൻ അല്ലേ. ഇന്ന് രാവിലെ ഒന്ന് ടെറസിൽ കയറിയപ്പോൾ ചൂടൊന്ന് കുറവാണേ. നമ്മൾ തുണി വിരിക്കാൻ വന്നതാണേ. ഇപ്പോഴാണ് ഈ വർത്താനങ്ങൾ. ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മൊബൈലും കൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നതല്ലേ. അപ്പുറത്തെ അപ്പൂപ്പനോട് വർത്താനം പറയുന്നു, അപ്പുറത്തെ മോനെ വിളിക്കുന്നു. കണ്ടോ എല്ലാവരും ഒളിഞ്ഞു നോട്ടോണേ. ഇന്ന് എല്ലാവരുടെയും ഒളിഞ്ഞു നോക്കണം. അവന് എല്ലാവരോടും സ്നേഹം കേട്ടോ. പക്ഷെ അവർക്കൊക്കെ ഇത്ര വലിയ ഇതുണ്ട്. ഈ കുഞ്ഞൊക്കെ കളിക്കും, ഈ മോനൊക്കെ കളിക്കുക, അപ്പൂപ്പനൊക്കെ വർത്താനം പറയും. പക്ഷെ മറ്റുള്ളവർക്ക് ഇവിടെ അറിയാമെന്നുള്ളവർക്കൊക്കെ അവനോട് ഭയങ്കര ഇഷ്ടം. കുഞ്ഞു കുട്ടികൾ വരെ ഇവനെ 2-3 വയസ്സായ കുട്ടികൾ വരെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തൊട്ട് തടവിട്ട് പോകും കേട്ടോ. അല്ലാത്തവർക്ക് പുതിയതായി കാണുന്നുള്ളവർക്ക് ഇത്രയും വലിയ പെറ്റല്ലേ, അവൻ മോനല്ലേ, ഒരു പേടിയുണ്ടാവും. പക്ഷേ നമ്മളെ പേടിക്കണോ എല്ലാവരും. ഞാൻ പാവമാണേ അല്ലേ പൊന്നോ. എൻ്റെ അമ്മയെ തൊട്ടാൽ മാത്രമേ, എൻ്റെ മമ്മിയെ തൊട്ടാൽ മാത്രമേ അവൻ കടിക്കത്തുള്ളൂ. നമ്മുടെ വീട്ടിലുള്ളവരെയൊന്നും ആരും ഒന്നും തൊടാനോ പിടിക്കാനോ പാടില്ല. ഇല്ല പൊന്നോ. എന്നാ താഴെ പോവാം, ചൂട് വന്നു തുടങ്ങി. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. തിരിഞ്ഞു നോക്കണം. മമ്മി വരണ്ട. പൊക്കോ മമ്മി വരാം. പൊക്കോ മമ്മി ബക്കറ്റ് എടുത്തുകൊണ്ട് വരട്ടെ. ഈ കണ്ടോ ഒരുത്തന് വന്ന് മടിയിൽ കിടക്കുന്ന കേട്ടോ പതിപോലെ. അപ്പോൾ നമ്മളിങ്ങനെ മടിയിൽ കിടക്കുമ്പോൾ അവന് ഞാൻ ഓരോന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. അതാണ് അവൻ ഈ പ്രണാം ചെയ്യുന്നതും എല്ലാം കേട്ടോ. എങ്ങനെ പൊന്നാ തമ്പായിയെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ? പ്രാതസ്മരാമി ഗണനാഥമാനാഥബന്ധു സിന്ദൂരപൂരപരപൂരിതഗണ്ഡയുഗ്മം ഉത്ഥണ്ഡ വിഘ്നപരിഖണ്ഡന ചണ്ഡദണ്ഡ. എങ്ങനെയാണ് മമ്മി പ്രാർത്ഥിക്കണേ? മാഖണ്ഡലാദിസുരനായക വൃന്ദവന്ദ്യം പ്രാതർണമാമി ചതുരാനന വന്ദ്യമാനം ഇച്ഛാനുകുലമഖിലം വരചിരം ദദാനം. ഇല്ലേ ഇങ്ങനെയൊക്കെയല്ലേ മമ്മി പ്രാർത്ഥിക്കണേ പൊന്നോ. എനിക്ക് പ്രണാം ചെയ്യാനാണ് ഈ നോക്കുന്നത്. ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവൻ ഞാൻ ഇതൊക്കെ ചൊല്ലുന്ന കേട്ടിട്ടാണ് ഭയങ്കര ആത്മീയമായത് കേട്ടോ. എങ്ങനെയാണ് മമ്മ തുളസി മന്ത്രമൊക്കെ എങ്ങനെ ചൊല്ലുന്നത് ഒന്ന് പറഞ്ഞു കൊടുത്തേ ഫ്രണ്ട്സിനൊക്കെ. തുളസി മന്ത്രം നോക്കുന്നു കണ്ടോ. അവന് മനസ്സിലായി, അവൻ വീഡിയോയിലേക്ക് നോക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ എണീറ്റിരുന്നത്. അവൻ മാനിക്കും കേട്ടോ. ഞാൻ മന്ത്രം ചൊല്ലി അവൻ എണീറ്റിരിക്കുന്നതാണ് ആ കണ്ടത് മടിയെന്ന്. എങ്ങനെയാണ് മമ്മി തുളസി മന്ത്രമൊക്കെ ചൊല്ലിക്കൊടുക്കുന്നത്? ഓം തുളസി മൃതസംബുദേ സദാർത്ഥം കേശവപ്രിയ കേശവാർത്ഥം ലുനാമിത്തം വരദാഭവശോഭനേ. ഇതൊക്കെയല്ലേ മമ്മി ചൊല്ലുന്നത്. ഉമ്മൻ തന്നതാ കേട്ടോ കൊച്ച്.
എങ്ങനെ മുന്നോ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും അടുത്ത് പറഞ്ഞേ എങ്ങനെയും അമ്മ പ്രാർത്ഥിക്കുന്നത്? ജയ് ഹനുമാൻ ജാന ഗുണ സാഗർ, ജയ് കപിസ്തിക ലോക ഭുജാഗർ, രാമദൂത് അതുലിത് ബൽധാമ, അഞ്ജനി പുത്ര പവൻ സുധുനാമ, മഹാവീർ വിക്രം ബജരംഗി, കുമതി നിവാർ സുമതി കെ സംഗി, കഞ്ചൻ വരൻ വിരാജ സുബേസ, കാനന കുണ്ടല കുഞ്ചിത് കേസ. കൊച്ച് കേട്ട് അവിടെ കിടന്ന് കേൾക്കുന്ന കേട്ടാ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ അവനിങ്ങനെയൊക്കെയാണ് പൂജാ റൂമിൽ വന്നിരുന്ന്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ വെറുതെ എൻ്റെ മടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അതാണ് അവൻ ഈ മക്കളെക്കാൾ കൂടുതൽ ആത്മീയത്തിലാക്കിപ്പോയത്. എങ്ങനെ മുന്നോ മമ്മി പ്രാർത്ഥിക്കുന്ന പറഞ്ഞു കൊടുത്ത എല്ലാ ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ? കുമതി സുവാർണ സുമതി കെ സംഗി, ഗഞ്ചൻ വരൻ വിരാജ് സുബേസ, കാനന കുണ്ടൽ കുഞ്ചിത് കേസ, ഹാത്ത് ബ്രജഗോർദോച്ച് വിരാജെ, ഗന്ധേ മൂച്ച് ജനൗസാജെ, ശങ്കര സുവൻ കേസരി നന്ദൻ, തേജ് പ്രതാപ മഹാജഗബന്ധൻ, വൃന്ദാവൻ ഗുണി ആദി ചാതു, രാമ കാജ് കൈ കരുവി കെ ആദു, പ്രഭു ചരിത്ര സുനവേ കെ റസിയ, രാമലംഘൻ സീതാബൻ ബസിയ. എങ്ങനെയാണ് മമ്മി ഹനുമാൻ സ്തോത്രമൊക്കെ പാടുന്നത്? ഹനുമാൻ ചാലീസയൊക്കെ വായിക്കുന്നത് ഇങ്ങനെയല്ലേ പൊന്നോ? പൊന്നോ അപ്പം എത്ര നേരം 1 മണിക്കൂർ ഞാൻ സ്തോത്രം ചൊല്ലിയിരുന്നാലും അവൻ അവിടെ ഇരുന്നോളും കേട്ടോ, പാവം. സൂക്ഷ്മധരു കരപൊന്നോ, സൂക്ഷ്മരൂപധരി സിയാഹി ദികാവാ, വികടി രൂപധരി ലംഘിചരാവാ, ഭീമരൂപധരി അസംഹാരെ, രാമചന്ദ്രക്കെ കാജ് സംഹാരെ, ലൈ ജീവൻ ലംഘൻ ജിയായ, ശ്രീ രഘുവീർ ഹരി ശ്രീ ഉർലായേ. എങ്ങനെ പൊന്നാ പറഞ്ഞു കൊടുക്ക പൊന്നാ? നിനക്കറിയാമല്ലോ, അവന് പറയാൻ അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ. അവൻ ഇത് കേട്ട് കേട്ടൊക്കെ നല്ലവണ്ണം അറിയാട്ടോ. രഘുപതി കീനി ബഹുത്തുപെടായി, തുമ്മമ പ്രദാഹി സമുഭായി, രഘുപതി കീനി ബഹുത്തുപെടായി, തുമ മമ പ്രിയ ബർദാഹി സമുഭായി, സഹസ്വദൻ തും ഖരോജസ് ഗാവേ, അസ്കഹി ശ്രീപതി കണ്ടില ഗാവേ, സൻകാദിക് ബ്രഹ്മാദി മുനീസ, നാരദ സാരദ സാഹിത ഹംസ, जम कुबेर दिग्गज जहाते, कवि गोविंद कही सगे कहाते, तुम बगा सुग्रीहन गीना, राम मिलाई राजपत्नी हाँ, तुम हर मंद्र विभीषण जाना, लंगेश्वर भय सब जग जाना, जय सुवस्त्र जो जन्मल भानु, ललियो तही मधुर फल भजानु. ചാലീസയൊക്കെ വായിക്കുന്ന പൊന്നിനെ അറിഞ്ഞൂടെ? ഒന്ന് ബാവു ബാവു എന്നൊക്കെ പറഞ്ഞു കൊടുക്ക്. മമ്മി എങ്ങനെ സ്തോത്രം ചൊല്ലുന്ന? പവൻ തനേ സങ്കട കരൺ മംഗളമൂർത്തി രൂപ്, രാമലങ്കൻ സീതാ സഹിത് ഹൃദയ ബസ്കു സുർഭൂവ്. ഇല്ലേ? സങ്കടമോചന. നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർത്ത് തരണമേ. ശ്രീ ഗുരു ചരണ സരോജ രജ നിജ് മന മുകുരു സുതാരി, വർണ്ണവ് രഘുപർ വിമൽ ജസു, ജ്യോതായക ഫൽചാരി, ബുദ്ധിഹീൻ തനു കിടന്ന. അത് പറഞ്ഞപ്പോൾ കിടന്ന ബുദ്ധി തരണേന്നല്ലേ മാമ പ്രാർത്ഥിക്കുന്നത്? ബുദ്ധിഹീൻ തനു ജാനികേ സുമോരോ പവൻ കുമാർ, ബലബുദ്ധി പിതാദേ ഭൂമേഹി ഹാരഹോ ഹനുമാൻ ജാന ഗുണ സാഗർ, ജയ് കപിസ്തിക ലോക ഭുജാഗർ, രാമദൂത് അതുലിത് ബൽധാമ, അഞ്ജനി പുത്ര പവൻ സുധുനാമ, മഹാവീർ വിക്രം ബജരംഗി, കുമതി നിവാസുമതി കെ സംഗി, കഞ്ചൻ വരൻ വിരാജ സുബേസ, കാനന കുണ്ടൽ കുഞ്ചിത് കേസ. നമ്മൾ വെറുതെ ഇവിടെ വന്നൊന്ന് ചൂട് കൊള്ളാൻ വന്നപ്പോൾ എൻ്റെ കൊച്ചിന് ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ കാതിലിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കേ. അങ്ങനെ കേട്ടാണ് ഇവൻ ഈ പ്രണാം ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഈ 2 നേരം പൂജ ചെയ്യുമ്പോൾ വരുന്നതും പ്രാർത്ഥിക്കാൻ പീഠത്തിലിരിക്കുമ്പോൾ ഇതുപോലെ വന്നിരിക്കുന്നതൊക്കെ കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ചൂട് കേട്ടോ. ഇവിടെ കൊടും ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂട്, ഇരിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ആണെങ്കിൽ താഴത്തെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ, കാരണം ഈ ഇൻസെക്ട്സ് അടിക്കാൻ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വരുവേ. അപ്പോൾ അത് കാരണം സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ലേബേഴ്സിനൊന്ന് കൊടുത്തപ്പോൾ എൻ്റെ പക്കിന് ഒരു കൊളുത്ത് വീണു കേട്ടോ. കാരണം കുഴപ്പമില്ല, ചലിക്കുന്നു, പണി ചെയ്യുന്നു. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ. ഡെയിലി കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഈ ഫോണ് കയ്യിലേ പിടിച്ചുകൊണ്ട് കിടക്കുന്ന കേട്ടോ. എന്തിനെന്നറിയാമോ? എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടിയാൽ കിട്ടും. അപ്പോൾ ഇന്ന് കിട്ടിയ കണ്ടൻറ്റ് ഇതാണ്. ആ കുഞ്ഞിനെ വിളിക്കുന്നത്, ആ മോനെ വിളിക്കുന്നതും വർത്താനം പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക.
ഡെയിലി നമ്മൾ മാസം അതായത് ഡെയിലി ഈ 365 ദിവസവും നമ്മളിങ്ങനെ കൊണ്ടുവരണ്ടേ ഓരോ കണ്ടൻറ്റ്. അപ്പോൾ ഡെയിലി കണ്ടൻറ്റ് വേണം അല്ലേ. അപ്പോൾ ഇവനെ ഒരു ജാൻവറല്ലേ, അവൻ എന്തോരം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നാലും അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. ഓരോരോ പെറ്റിനും ഓരോരോ ബുദ്ധിയല്ലേ, ഓരോരോ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണേ. എല്ലാവരും ഒന്ന് മെസ്സേജൊക്കെ ചെയ്യുക. കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എല്ലാം അറിയാം. എനിക്ക് കമൻറ്റ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ എഴുതുക കേട്ടോ, ഫീഡ്ബാക്കൊക്കെ ചെയ്യുക. നമ്മുടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. അപ്പോൾ കിട്ടാത്തവർ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് വിചാരിക്കേണ്ട, ഒന്നും കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ അങ്ങോട്ട് ഇട്ടുമ്പോൾ യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എപ്പോൾ തന്നെ കിട്ടും കേട്ടോ, എല്ലായ്പ്പോഴും കിട്ടും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇനി വിളക്കൊക്കെ കത്തിക്കണം, പൂജ ചെയ്യണം. മുകളിലൊക്കെ കുറേ പണിയെടുത്തപ്പോൾ തളർന്നു, അങ്ങനെ വന്ന് തറയിൽ ഇരുന്നതായിട്ടോ. അപ്പോൾ എൻ്റെ മോനും വന്ന് കിടന്നു. അപ്പോൾ മോനും ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവന് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് കുഞ്ഞിലെ എങ്ങനെയാണ് നല്ല നല്ല കാര്യങ്ങൾ, അല്ല ഹിസ്റ്ററിക്കൽ കാര്യങ്ങൾ, ഇതുപോലെയുള്ള നല്ല നല്ല ദൈവ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ കേട്ടോ. എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവൻ, എൻ്റെ മകനെ പോലെ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.